ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ കൂടെ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ വിനീതേട്ടനും ഉണ്ടായിരുന്നു. ഇന്ന് വിനീതേട്ടൻ്റെ സ്പെഷ്യൽ ബീഫ് കറി കേട്ടോ. ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും. എസ്പെഷ്യലി ബീഫൊക്കെ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അടുക്കളയിൽ നമ്മുടെ കൂടെ ഒരാളും കൂടെ കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കഴിയുന്നതായിട്ട് തോന്നുമല്ലോ. അതിനിടയ്ക്ക് ആദിക്കുട്ടൻ അവിടെ വന്നിട്ട് എന്തൊക്കെയോ ഭയങ്കര പരിപാടി കേട്ടോ. പുള്ളി നല്ല കുസൃതിയാണ്, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കും എപ്പോഴും. അപ്പം എന്താ ബീഫൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ദേ വിനീതൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബീഫൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ദേ ആദ്യക്കൂടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് എലപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ടോ പോയത്. നമ്മളിവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട്. മൂലമറ്റം വഴി വാഗമണ്ണ് പോകുന്ന റൂട്ടാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മൾ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല വെള്ളമാണ് ഇവിടെ. അതുപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒത്തിരി അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം കൂടുതലും പാറയാണ്. അപ്പോൾ നല്ല വഴുക്കലുണ്ട്, തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് കണ്ടോ, അവിടെ ഒരു വലിയൊരു മരമുണ്ട്, നല്ല വലിയ മരമാണത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ മരമാണ്, ഇതൊരു യമണ്ട മരമാണ് ഗൈസ്. ശരിക്കും നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല വലിപ്പമാണ് കേട്ടോ അതിന്. ഞങ്ങൾ പോയ സമയം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല അവസ്ഥ. നല്ല വെള്ളമാണ്, കുത്തനെ വെള്ളമാണ്. ഇത് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ വന്നു കേട്ടോ ഒരു ചെറിയ പൂമ്പാറ്റ. പിന്നെ അവിടെ ആ പാറയുടെ മുകളിൽ ഇരുന്നതാണ് ഒരു കല്ല്. അതൊരു നല്ലൊരു ആകൃതിയായിരുന്നു, ഇത് കാണാൻ നല്ലൊരു ഉരുണ്ടിട്ടൊരു കല്ലായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു പെട്ടിക്കടയുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വരുമ്പോൾ എപ്പോഴും ഈ കടയിൽ കയറി എന്തെങ്കിലും മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യക്കുട്ടന് ഒരു കുഞ്ഞു മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തു. ഇവിടെ വരുമ്പോൾ എന്നും ഈ ചേച്ചിയുടെ അടുത്ത് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. ആൾ നല്ല നല്ല രസമാണ് പുള്ളിക്കാരുടെ അടുത്ത് വർത്താനമൊക്കെ പറയാനായിട്ട്. നമ്മുടെ അടുത്ത് ഒത്തിരി നേരം വർത്താനം പറയും. നമുക്ക് നല്ല നേരം പോക്കാണ്. പിന്നെ ആദ്യക്കുട്ടന് മാത്രമല്ല മിഠായി മേടിച്ചത്, എനിക്കും ഒരു പുളിമിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മിഠായി കാണുമ്പോൾ ശരിക്കും നമുക്ക് സ്കൂളിൽ പോയ ആ ഒരു സമയമൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.